ഇന്നൊരു എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി വറ്റിച്ചതിൻ്റെ റെസിപ്പി കാണാം. വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ചട്ടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽ മുളകൊക്കെ ഒന്നങ്ങ് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു രുചിയൊക്കെ ആയിരിക്കും ഈ ഒരു കറിക്ക്. ഇനി നമുക്കിതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ എടുത്തോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 നുള്ള് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികമായി പോകരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുളിയാണ്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് കുതിർത്തിയതിന് ശേഷം അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ പുളി പിഴിയുന്ന പോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓവറായി പോകരുത്, നമുക്ക് ഈ തക്കാളിയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരുപാടൊന്നും അങ്ങോട്ട് ഇളക്കിയിട്ട് അത് ഉടച്ചെടുക്കുന്നില്ല. ചെറിയൊരു പീസ്, ആ ഒരു തക്കാളിൻ്റെ പീസൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുക. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ശരിക്കും ഇതൊരു തലേ ദിവസം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേന്നേക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. നല്ലൊരു ടേസ്റ്റാണ്. നെയ്ച്ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്ത് വിഭവങ്ങൾ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി വറ്റിച്ചതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്